തീരുക. Dripping that burning anointing wherever you are. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും വേദനകളും മുഴുവൻ ഈ കൊത്തൊഴുക്കിൽ ഒഴുകിപ്പോകട്ടെ. Every devil will flee in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭൂതങ്ങളും വിട്ടുമാറും. Hallelujah. 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 Blessed be the name of Jesus. യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. Say amen. എല്ലാവരും കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറയുമോ? Amen. Glory. In a few moments it's going to happen. It's going to happen. In a few moments it's going to happen. അടുത്ത ചില നിമിഷങ്ങളിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്. Glory. It's not Bonke is the giver, not Bonke is the giver. It's Jesus, Jesus, Jesus. Bonke അല്ല തരുന്നത്, യേശുവത്രേ ദായകൻ. Hallelujah. Hallelujah. I rely on the Holy Spirit completely and totally. പരിശുദ്ധാത്മാവിൽ ഞാൻ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. Completely and totally. പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ. Glory. And one other thing is this. അടുത്ത ശ്രദ്ധിക്കുക. I mentioned it yesterday briefly. ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ച ഇന്നലത്തെ ഒരു കാര്യം. The flame of fire you receive today. ഇന്ന് നീ പ്രാപിക്കുന്ന ഈ അഗ്നി നാവുകൾ never needs replacement. Never ever. വേറൊരു ദിവസം പോലും പുനഃസ്ഥാപനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. Hallelujah. Hallelujah. That fire burns. ആ തീയ കത്തിക്കൊണ്ടേയിരിക്കും. Glory. Remember the bush of Moses. മോശ കണ്ടതായ മുൾതിയെ കണ്ടാട്ട്. The bush burned but was not consumed. മുള്ളുകൾ കത്തുന്നുണ്ട് പക്ഷേ എരിഞ്ഞ് നശിക്കുന്നില്ല. The fire you get will not turn you into an ash heap. ഇന്ന് നീ പ്രാപിക്കുന്ന തീയ നിന്നെ എരിച്ച് നശിപ്പിച്ച് കളയുന്ന തീയല്ല. You will burn but you will not be consumed. നീ കത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ നീ എന്നേക്കുമായി ചാരമാകുകയില്ല. Hallelujah. Hallelujah. We do not suffer burn-outs. We only experience burn-ons. In the name of Jesus. ചാരമായി പോകുന്ന തീയല്ല നാം അനുഭവിക്കുന്ന തീയ, നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന തീയ. Glory. Hallelujah. Oh, hallelujah. 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 I told you yesterday and I repeat just to underline it. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കുകളെ തന്നെ ഒന്നുകൂടെ വിശദമാക്കട്ടെ. When the fire fell on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ തീ ഇറങ്ങി വന്നപ്പോൾ, we do not read anywhere in the New Testament that the disciples went back to the upper room for a repeat experience. പുതിയ നിയമത്തിൽ എങ്ങും നാം വായിക്കുന്നില്ല ശിഷ്യന്മാർ ഒരിക്കലെങ്കിലും വീണ്ടും ആ മാളിക മുറിയിലേക്ക് പോയിരുന്ന് ഒന്നുകൂടെ പ്രാപിക്കുവാൻ കാത്തിരുന്നതായിട്ട്. We would have said, let's go there every day and let's start a new denomination, the upper room denomination. അവര് പറഞ്ഞില്ല നമുക്ക് പോയിട്ട് മാളിക മുറി ഡിനോമിനേഷൻ തുടങ്ങാമെന്ന് അവർ പറഞ്ഞില്ല. They did not start a new denomination. We know what they did. Mark 16 verse 20. മർക്കോസ് 16:20 നാം വായിക്കുന്നു അവർ എന്താണ് ചെയ്തത്. പുതിയ സംഘടന തുടങ്ങിയതായിട്ട് വായിക്കുന്നേ ഇല്ല. What did they do? അവരെന്താണ് ചെയ്തത്? It says there. അവിടെ ഇങ്ങനെ വായിക്കുന്നു, They went out. അവർ പുറത്തേക്ക് പോയി. Preaching the gospel everywhere. എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. They had no time. They had no time for nostalgic actions. ഓ മനം മടുപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുവാൻ അവർ സമയമെടുത്തില്ല. They
They knew their flame was intact and it worked wherever they went and they didn't need a new one. അവരുടെ തലമേൽ ഇറങ്ങിയ തീ എന്തെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞു. അവർ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അധ്വാനിച്ചു. Say amen. എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞാട്ടെ. You get your flame today. ഇന്ന് പകൽ നിന്റെ തീയെ നീ പ്രാപിക്കണം. Not to go around looking for more anointings. It is nonsense. വേറൊരാളുടെ അഭിഷേകത്തിന് വേണ്ടി ഇനി ചുറ്റി കറങ്ങി നടന്ന് സമയം കളയരുത്. അത് വിഡ്ഢിത്തരമാണ്. You get the flame today ഇന്ന് നിനക്കുള്ള തീയെ ലഭിക്കൂ. so that you may go out. അത് പ്രാപിച്ചു കഴിയുമ്പോൾ നീ പുറത്തേക്ക് പോകും. Go forth. നീ മുൻപോട്ട് പോകുക. Preaching the gospel everywhere. എല്ലായിടത്തും സുവിശേഷം നീ പ്രസംഗിക്കുക. Can I have a little amen? ഹല്ലേലൂയ പറയുമോ? Hallelujah. ഹല്ലേലൂയ. Oh, hallelujah. ഹല്ലേലൂയ.